നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. പൊതുവ്യത്യാസം 8ഉം 6-ാം പദം 16ഉം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് കണ്ടുപിടിക്കേണ്ടത് 16-ാം പദം എത്രയാണെന്നും 21-ാം പദം എത്രയാണെന്നുമാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. 16-ാം പദം അല്ലേ? 16-ാം പദം കണ്ടുപിടിക്കാൻ നമുക്കാകെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഒരു 6-ാമത്തെ പദം തന്നിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ 6-ാമത്തെ പദത്തിനോട് 10 കൂട്ടിയാൽ 16 കിട്ടും അല്ലേ? ഈ 6നോട് 10 കൂട്ടിയാൽ നമുക്ക് 16 കിട്ടും. അങ്ങനെയാണെങ്കിൽ 6-ാമത്തെ പദത്തിനോട് 10d കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 16-ാം പദം കിട്ടും. അതായത് 6-ാമത്തെ പദം എന്ന് പറയുന്നത് 16ഉം 10d എന്ന് പറയുമ്പോൾ 10 ഗുണം d ഇവിടെ 8 ആണ്. അപ്പോൾ 10 ഗുണം d 10 ഗുണം 8 എന്ന് പറഞ്ഞാൽ 80 ആണ്. ഓക്കെ, 80 ആണ്. അങ്ങനെ നമുക്കത് 96 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 16-ാമത്തെ പദം എന്ന് പറയുന്നത് 96 എന്ന് കിട്ടും. ഇനി 21-ാമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 21-ാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ 21-ാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിപ്പോൾ 16-ാമത്തെ പദമുണ്ട് അല്ലേ? അപ്പോൾ 16ൻ്റെ കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ അല്ലേ, 16ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 21 എന്ന് കിട്ടും. സോ നമുക്ക് 5d 16-ാം പദത്തിൻ്റെ കൂടെ 5d കൂട്ടിക്കഴിഞ്ഞാൽ 21-ാമത്തെ പദം കിട്ടും. ഓക്കെ, കൂട്ടേണ്ടത് ഇങ്ങനെയാണ്. ഈ 16ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 21 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ 16ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 21 കിട്ടുമെങ്കിൽ 16-ാം പദത്തിൻ്റെ കൂടെ 5d കൂട്ടിയാൽ 21-ാമത്തെ പദം കിട്ടും. സോ 16-ാമത്തെ പദം എന്ന് പറയുന്നത് 96 ആണ്. നേരത്തെ നമ്മൾ 10d എന്ന് പറയുമ്പോൾ 80 ആയിരുന്നു. അപ്പോൾ 5d എന്ന് പറഞ്ഞാൽ 40 ആണ്. സോ 5d എന്ന് പറയുമ്പോൾ 40, അല്ലെങ്കിൽ തന്നെ 5 ഗുണം 8 അല്ലേ? പൊതുവ്യത്യാസം 8 ആയതുകൊണ്ട് 5 ഗുണം 8 ചെയ്ത് കഴിഞ്ഞാൽ 40 എന്ന് കിട്ടും. അപ്പോൾ 40ഉം 96ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 136 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് മോഡൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, പൊതുവ്യത്യാസം 8ഉം 6-ാമത്തെ പദം 16ഉമായ ഒരു ശ്രേണിയുടെ 16-ാം പദവും 21-ാം പദവും കണ്ടുപിടിക്കുന്ന ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. അപ്പോൾ എളുപ്പമല്ലേ?